ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരും എനിക്ക് എൻ്റെ സൗണ്ടിന് അടച്ചതിന് എല്ലാ മക്കളും ഒന്നിനൊന്ന് മെച്ചമായി തന്നെ പ്രാർത്ഥിച്ചു. സുഖമാകണേ സുഖമാകണേ എന്ന് എല്ലാ മക്കൾക്കും ഞാനും അതിന് നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തി സമാധാനവും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ഭഗവാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. തണുപ്പിൻ്റെ കൂടുതലുകൊണ്ട് എപ്പോഴും ഇതൊക്കെ തന്നെയാണ്. നമുക്കിന്ന് വിശ്വാമിത്രൻ്റെ യാഗരക്ഷ രാമായണം പാരായണം. വിശ്വാമിത്ര മഹർഷി യാഗം ചെയ്യാൻ സമ്മതിക്കില്ല. നക്തഞ്ചരന്മാർ രാക്ഷസന്മാർ അതിന് അയോധ്യയിലേക്ക് ദശരഥ മഹാരാജാവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. എന്തിനാ? ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ കൊണ്ടുപോകാൻ. യാഗം നടത്താൻ സമ്മതിക്കാത്തത് നക്തഞ്ചരന്മാരെ വധിക്കാൻ വേണ്ടി ഭഗവാൻ എൻ്റെ അടുക്കൽ വന്നേക്കുക, അയോധ്യയിലേക്ക് വന്നേക്കുക. അത് നമുക്ക് വായിക്കാം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കാമാറ് എഴുന്നള്ളിയിടിനാൻ. അങ്ങനെ ഇരുന്ന സമയത്ത്, അതായത് ഈ ശ്രീരാമ ഭഗവാനും എല്ലാവരും രാജാവിനോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. കുഞ്ഞുങ്ങൾ വളർന്ന് വരുന്നു, രാജ്യകാര്യങ്ങളൊക്കെ പഠിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് അക്കാലം വിശ്വാമിത്ര മഹാമുനി അയോധ്യയിലേക്ക് വന്നു. രാമനായ അവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. രാമനായി ആരാ അവതരിച്ചത്? പരാത്മാനം, ഭഗവാൻ പരമാത്മാവ്. അതായത് അരൂപിയായ ഈശ്വരൻ രൂപമെടുത്ത് വന്നു, രാമനായിട്ട് വന്നു അവനിയിൽ, ഭൂമിയിൽ. എവിടെയാ? ദശരഥ മഹാരാജാവിനുടെ മായയാ ജനിച്ചൊരു. കാരണം ഭഗവാന്റെ തന്നെ മായയാണ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്നാണല്ലോ മായ ദേഹം എടുക്കുന്നത്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ അടുക്ക് വരുമ്പോൾ അവരിൽ നിന്ന് ദേഹമെടുത്തു ഭഗവാൻ പരമാത്മാവ്. എന്തിനാ കോമളരൂപമായ ഈ രൂപകൃതിനെ വന്നത്? ഈ പരമാത്മാവ് ബ്രഹ്മാവ് പോയി തപസ് പ്രാർത്ഥിച്ചു. ഭൂമിദേവി എല്ലാവരും കൂടെ ഭൂമിക്ക് ഭാരം അങ്ങനെ അവതരിച്ചത്. അതിനായി ഈ ഭാരം തീർക്കാൻ. അതിനാണ് നക്തഞ്ചരനെയൊക്കെ ഇവിടെ വന്ന് വധിക്കുന്നത്. എന്താ? ഭൂമിയുടെ ഭാരം തീർക്കാനാ. അത് വിശ്വാമിത്ര മഹർഷിയും ഇവിടെ വന്ന് എന്താ പറയുന്നത്? അദ്ദേഹത്തിനും ഭാരം. യാഗം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അമാവാസി എല്ലാ മാസവും അമാവാസി തോറും യാഗങ്ങളുണ്ട്. പിതൃക്കൾക്ക് ദേവപൂജ, പിതൃദേവന്മാർക്കൊക്കെ പൂജ കൊടുക്കണം. ഇതൊക്കെ സമ്മതിക്കാത്തത് കൊണ്ട് ഭാരമാവുന്നു എല്ലാ ഭൂമിക്ക് എല്ലാ ഭക്തന്മാർക്കും മഹർഷിമാർക്കും ഭാരം. ആരെ കൊണ്ട്? രാക്ഷസന്മാരെ കൊണ്ട്. അതിനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അതുകൊണ്ട് രാമനായ അവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ. സത്യമായിരിക്കുന്ന, ജ്ഞാനമായിരിക്കുന്ന, അനന്തമായിരിക്കുന്ന, ആനന്ദ അമൃതായിരിക്കുന്ന ആ പരമാത്മാവിനെ കാണാൻ ആർക്കാ? വിശ്വാമിത്ര മഹർഷിക്ക് കണ്ടുകൊള്ളുവാൻ. അപ്പോൾ പരമാത്മാവിൻ്റെ ഇതെന്താ എങ്ങനെ പറയാ? സത്യം. പരമാത്മാവ് സത്യമാണ്, ജ്ഞാനമാകുന്നു, അറിവ് ഞാനാകുന്നു. അറിവാരാ? ഈശ്വരൻ. ഭഗവാൻ അറിവാകുന്നു, സത്യമാകുന്നു. സത്യജ്ഞാന ആനന്ദ. അനന്തം, അനന്തമുണ്ട്, ആനന്ദമുണ്ട്. സത്യജ്ഞാന അനന്താനന്ദാമൃതം. അനന്തമാണത്. ആനന്ദവും അമൃതവും എല്ലാം അനന്തമാണ്. അതിനൊരു കണക്കില്ലാതെ വണ്ണമാണ്. സത്യമായാലും അറിവ്, ജ്ഞാനമായാലും ആനന്ദമായാലും അമൃതായാലും അനന്തമാകുന്നു. അങ്ങനെയുള്ള പരമാത്മാവിനെ കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞ ആശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികനാരാ? വിശ്വാമിത്രൻ. അപ്പോൾ ചിത്തത്തിൽ അത്രമാത്രം നിറഞ്ഞ ആഗ്രഹത്തോടെ, ആശു വഴിഞ്ഞ ഭക്തിയോടെ പരമാത്മാവിനെ നേരിട്ട് കാണാൻ പോവല്ലേ. അങ്ങനെ അത്രത്തോളം ആനന്ദത്തിലാണ് ഇവിടെ വന്നേക്കുന്നത് വിശ്വാമിത്ര മഹർഷി. അത്രമാത്രം ചിത്തത്തിൽ ആനന്ദം കൊണ്ടങ്ങ് നിറഞ്ഞ് വഴിഞ്ഞ ഭക്തിയോടെ വന്നു കൗശികൻ, അതായത് വിശ്വാമിത്രൻ. കൗശികൻ തന്നെ
ആര് കണ്ടു? ദശരഥ മഹാരാജാവ് വന്നപ്പോഴേ കണ്ടു. ഭൂപതി ദശരഥൻ. ദശരഥ മഹാരാജ് വന്ന് നമുക്കുള്ള വാതിലിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണൂലേ, അതുപോലെ രാജാവ് ഇത് കണ്ടു. പെട്ടെന്ന് സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്ത് പെട്ടെന്ന് എന്താ ഇതാരാ എന്നുള്ള രീതിയിൽ സംഭ്രമിച്ചും കൊണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് വിധി നന്ദനോടും ചേർന്ന്, അതായത് വസിഷ്ഠ മഹാമുനി ഗുരു ഉണ്ട് അവിടെ, ആചാര്യൻ, വസിഷ്ഠാചാര്യനോടെ ചേർന്നും കൊണ്ട് എതിരേറ്റ് അവിടെ ചെന്നിറങ്ങി. പിന്നെ വിശ്വാമിത്ര മഹർഷിയെ കണ്ടപ്പോഴേ വസിഷ്ഠാചാര്യനും ദശരഥ മഹാരാജാവും കൂടെ ചെന്ന് എതിരേറ്റ് കൊണ്ടുവന്ന് യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്ന് ഭക്തിയാ. എങ്ങനെ സൽക്കരിച്ച് വന്ദിച്ച് പൂജിച്ചിരുത്തുന്ന ഒരു അതിഥി വന്നാൽ അതുപോലൊക്കെ ചെയ്തിട്ട് ഭക്തിയാ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്നു. അത്രമാത്രം ആദരവോടുകൂടി വിശ്വാമിത്ര മഹർഷി അടുക്കെ വസിഷ്ഠാചാര്യരും ദശരഥ മഹാരാജാവും ഇതൊക്കെ ചെയ്തിട്ട് വഴിപോലെ പൂജിച്ച് അവിടെ ഇരുത്ത് വന്ദിച്ച് നിന്ന് ഭക്തിയാ. സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിടിനാൻ. എന്നിട്ട് സന്തോഷത്തോട് നല്ല പുഞ്ചിരിയോട് സസ്മിതം നല്ല പോലെ അദ്ദേഹം ചോദിക്കുന്നു, മുനിവരനോട് ചോദിക്കുന്നു. ദശരഥ മഹാരാജാവ് ചോദിക്കുന്നത് പറയുന്നു, എന്താ പറയുന്നേ? ജന്മം, എൻ്റെ ജന്മം ഇന്ന് വന്നത് സഫലമായി. എൻ്റെ ജന്മം വിശ്വാമിത്ര മഹർഷി അവിടെ രാജധാനിയിൽ വന്നപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ജന്മം ഇന്ന് സഫലമായി, അത്ര ആനന്ദമായി. എന്താ കാരണം? ഇതൊരു പരമാത്മാവിന് തുല്യമായ ഒരാളാണ് ഈ വിശ്വാമിത്ര മുനിമാരിൽ ശ്രേഷ്ഠനാണ്, എല്ലാ മുനികളിലും വച്ച് മുഖ്യനാണ്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട്. അദ്ദേഹം വന്നപ്പോൾ ധന്യനായി. എൻ്റെ ജന്മം സഫലമായെന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞു. നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥ അന്തരാത്മാവായതു ഞാനിഹ തപോനിധേ. മഹർഷേ, എൻ്റെ അന്തരാത്മാവ്, നമുക്കെല്ലാം അന്തരാത്മാവുണ്ട്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അന്തരാത്മാവിൽ അത്രമാത്രം ആനന്ദിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതാർത്ഥ അന്തരാത്മാവ് അത്രമാത്രം കൃതാർത്ഥനായി. ഞാനിഹ ഇവിടെ അത്രമാത്രം ഞാൻ സന്തോഷമായി. തപോനിധേ, അതായത് വിശ്വാമിത്ര മഹർഷി, ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്ന് ആശു സമ്പത്തും താനേ വരും. ഇങ്ങനെയുള്ള മഹാത്മാക്കൾ എഴുന്നള്ളിയാൽ ആ ദേശവും മംഗളകരമായി വരികയും ചെയ്യും. സമ്പത്തും താനേ വരും. അത്ര പുണ്യാത്മാക്കളായതുകൊണ്ട് അവരുടെ പാദം എവിടെ ചവിട്ടുന്നു അതുകൊണ്ട് അവിടെ എല്ലാം പുണ്യമായി വരും. സമ്പത്തും താനെ വർദ്ധിക്കും. അതുപോലെ ആ ദേശവും ഐശ്വര്യപൂർണമായി വരും. മംഗലമാണെന്ന് വെച്ചാൽ അത്രത്തോളം മംഗളത്വമായി വരും. എന്തൊന്ന് ചിന്തിച്ച് എഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്താ ഇങ്ങനെ ഇവിടേക്ക് എഴുന്നള്ളാനുള്ള കാരണം കൂടെ അരുൾ ചെയ്യണമേ ദയാനിധേ, പറയണമേ. എന്താ ഇങ്ങോട്ടൊക്കെ അങ്ങനെ സാധാരണ പോകാറില്ലാത്ത ഒരു മഹർഷി എന്താ ഇങ്ങനെ വന്നത്? എന്തെങ്കിലും കാരണം കാണുമല്ലോ, അതുകൊണ്ട് അത് പറയണമേ. തപോനിധേ, ദയാനിധേ, എന്നാലാകുന്നത് എല്ലാം ചെയ്യുവാൻ ഞാൻ മടിയാതെ. ദശരഥ മഹാരാജ പറഞ്ഞ് എന്നെ കൊണ്ടൊക്കെ എന്തായാലും ഞാൻ ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. താപസന്മാരിൽ കുലപതിയാണ്, ആ കുലത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അധിപതിയാണ് മഹർഷിമാരിൽ. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ എന്തായാലും എന്നാലൊക്കെ എന്ത് ഞാൻ ചെയ്യുവാൻ മടിയാതെ തന്നെ ചെയ്യും. എന്നാലും ആകുന്നതൊക്കെ ഞാൻ ചെയ്യും. അതുകൊണ്ട് ചൊല്ലു, എന്താ പരമാർത്ഥം? താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായി അരുളി ചെയ്തിടനെ. അത്രയും കേട്ട് എന്ത് വേണേലും എന്നെ കൊണ്ട് ഞാൻ മടിക്കാതെ ചെയ്യുന്നവനാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി വിശ്വാമിത്ര മഹർഷിക്ക്. അതുകൊണ്ട് വിശ്വാമിത്രനും പ്രീതനായി അരുളി ചെയ്തിടനാൻ. വിശ്വാസത്തോട് ദശരഥനോട് നേരം വിശ്വാസത്തോട് തന്നെ പറയുക. എന്തായാലും മടി കൂടാതെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത്രമാത്രം വിശ്വാസം വിശ്വാമിത്ര മഹർഷിക്ക് കിട്ടി. ഇനി എന്തും ചോദിക്കാമല്ലോ, ഒരു ഓർഡർ വന്നല്ലോ, എന്തും മടിക്കാതെ തരാം ഒരു മറുപടി വന്നപ്പോൾ ചോദിക്കാൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന് അത്രയും ആനന്ദത്തോടെ ചോദിക്കുന്നു, വിശ്വാസത്തോട് തന്നെ ചോദിക്കുന്നു. എന്താ ചോദിച്ചേ? ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹുമുഖ്യന്മാരാ നത്തഞ്ചരന്മാർ ഇരുവരും അനുചരന്മാരായുള്ളവരും ഞാൻ എല്ലാ മാസവും അമാവാസ്യ തോറും, അത് കറുത്ത വാവാണ് അമാവാസ്യ. അപ്പോൾ
അമാവാസി ഒരിക്കൽ എന്നാണ് എൻ്റെ അച്ഛൻ പറയുന്നത്. അന്ന് പായസവും വായനയും എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ പായസമൊക്കെ വെച്ച് പിതൃക്കളൊക്കെ കൊടുക്കുക. അച്ഛനെ അറിയൂ, എന്നെ അതൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അത് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ മാസവും ചെയ്യേണ്ട അറിയാം. എല്ലാ മാസവും വായനയൊക്കെ ഉണ്ട്, ഭജനയുണ്ട്. രാത്രിയിൽ 10, 11, 12 മണിയൊക്കെ അങ്ങ് ഭജനയൊക്കെ ഉണ്ട്. പയറ് പുഴുങ്ങക്കവും രാത്രി എന്തൊക്കെയാ ഭക്തന്മാരൊക്കെ വരും. അപ്പോൾ അവരെല്ലാം പ്രാർത്ഥനയും ഭജനയും. അതുകൊണ്ട് അങ്ങനൊരു കാലമായിരുന്നു, ഒരു സുഹൃതം പിടിച്ചൊരു കാലം. ഇനി അത് ഓർക്കാൻ പോലും. ഇവിടെയൊക്കെ ഭജനയൊന്നും ഇല്ല. അന്നത്തെ കാലത്ത് ആ നാട്ടിലെല്ലാം വായനയും ഭജനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ മഹർഷി പറയുന്നു, മാരീച സുബാഹു മുഖ്യന്മാരാ നക്തഞ്ചരന്മാരിരുവരും അവരുടെ അനുചരന്മാരും ആയുള്ളവരും എൻ്റെ ഈ ഹോമം, ഈ യാഗം മുടക്കുന്നു. എനിക്ക് അമാവാസ്യ തോറും ഇത് നടത്താൻ അവർ സമ്മതിക്കുന്നില്ല എന്ന് അവിടെ പറഞ്ഞു. ഈ ദശരഥ മഹാരാജനോട് പറഞ്ഞു. അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കണം. അതുകൊണ്ട് ഈ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചെങ്കിലേ എനിക്ക് യാഗം, കാരണം മഹർഷിക്ക് വേണമെന്ന് ചെയ്യണ്ടേ, അതവരുടെ കടമയല്ലേ ചെയ്യുന്നത്. അത് എനിക്കറിയാവുന്ന എന്താ, എൻ്റെ അച്ഛനത് ഒരു എന്ത് കാര്യങ്ങളും മുടക്കമില്ല. അതിൽ അച്ഛൻ പഞ്ചാംഗം നോക്കി എന്താ നോക്കി. എനിക്ക് അങ്ങനെ നോക്കാനൊന്നും അറിയില്ല. ഞാൻ എന്നും എൻ്റേതായ ഒരു കൃത്യനിഷ്ഠയുണ്ട്. ആ ഒരു കൃത്യനിഷ്ഠ എനിക്കുള്ളു. അച്ഛൻ എല്ലാ കാര്യങ്ങളും തന്നെ മുറ പോലെ ചെയ്യുമായിരുന്നു. പഞ്ചാംഗത്തിൽ ഇന്നത് അതൊക്കെ എന്നെ കൂടെ നോക്കിക്കും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അച്ഛൻ അതങ്ങ് കർമ്മങ്ങൾ നടത്തും. അതുപോലെ തന്നെ നമ്മുടെ ദോഷ സമയങ്ങൾ എപ്പോഴാണ് വരുന്നത്, കണ്ടകശനി, ഏഴശനി, ഇതൊക്കെ പിന്നെ എനിക്കും അറിയാം. അന്നൊക്കെ അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നോക്കി നേരത്തെ പാർക്കുട്ടി ഇന്നതുപോലെ ഇന്നപോലെ ഇന്ന വഴിപാട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്ന ദോഷങ്ങൾ, അതിന് വേണ്ടത് ഇന്നത്, അതൊക്കെ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ ഒരു പൊങ്കാല ഇടൂ. ഇങ്ങനെയൊക്കെ അച്ഛനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഈ ദുഷ്ടന്മാരെ അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ, അതായത് ഭൂമിയുടെ രാജാവേ, രാമദേവനെ അയക്കണം. എനിക്ക് ഭഗവാൻ ശ്രീരാമനെ എന്നോടൊപ്പം അയക്കണം. പുഷ്കരോത്ഭവ പുത്രൻ തന്നോട് നിരൂപിച്ച് ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. ഭഗവാൻ ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണനെ കൂടി അയക്കണം. പുഷ്കരോത്ഭവ പുത്രൻ, അതായത് വസിഷ്ഠാചാര്യൻ്റെ നിരൂപണത്തിൽ കൂടി ആലോചിച്ചിട്ട് നിരൂപിച്ചിട്ട് ലക്ഷ്മണനെ കൂടെ അയക്കണം മടിക്കാതെ. നല്ലത് വന്നിടുക നിനക്ക് മഹീപതേ, കല്യാണമതേ കരുണാനിധേ നരപതേ. രാജാവേ, നിനക്ക് നല്ലത് വന്നിടും, കല്യാണം അത് മംഗളം ഉണ്ടാകും, കരുണാനിധേ നിനക്ക് നല്ലത് നന്മ തന്നെ വരും എന്നെല്ലാം പറഞ്ഞു വിശ്വാമിത്ര മഹർഷി. അങ്ങനെ അപ്പോഴെന്ത് വന്നു, രാജാവിന് ചഞ്ചലമായി മനസ്സ്, ചിന്താചഞ്ചലനായി. അത് വല്ലാത്ത വാക്കാണ് കേട്ടത്, മകനെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ. കാരണം ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കുന്നൊരു സ്വഭാവം ഇല്ലാത്തതുപോലുള്ള ദുഃഖമാണ് അദ്ദേഹത്തിന്. ഉടനെ ചിന്താചഞ്ചലനായ പങ്ക്തി സന്തന നിർഭൻ, അതായത് ദശരഥ മഹാരാജാവ് വിഷമിച്ചു, ചഞ്ചലനായ. അദ്ദേഹത്തെ അറിയിച്ചില്ല, മഹർഷിയടുത്ത് അറിയിച്ചിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചിന്താചഞ്ചലനായ പങ്ക്തി സന്തന നിർഭൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിടിനാൻ. മന്ത്രിക്ക് വെച്ചാൽ രഹസ്യമായി ഒറ്റയ്ക്ക് തന്നെ വിളിച്ച് ആചാര്യനെ വസിഷ്ഠമഹാമുനിയെ വിളിച്ചിട്ട് മന്ത്രിച്ചു, പറഞ്ഞു, ചോദിക്കുന്നു, എന്ത് ചൊൽവത് ഗുരു, ഞാൻ എന്താ വേണ്ടേ പറയൂ, എനിക്ക് അത്രമാത്രം വിഷമമുണ്ട്. എന്ത് ചൊൽവത് ഗുരു, നന്ദനൻ തന്നെ മമ, എൻ്റെ മകൻ നന്ദനൻ കുഞ്ഞിനെ സന്ധ്യച്ചിടുവതിനില്ലല്ലോ ശക്തി ഒട്ടും. എത്രയും കൊതിച്ച കാലത്തെങ്കിൽ ദൈവവശാൽ സിദ്ധിച്ച തനയനല്ലേ രാമൻ. എനിക്ക് കൊതിച്ചിടുമ്പോൾ അവർ പുത്രകാമേഷ്ടി യജ്ഞമൊക്കെ ചെയ്ത് കിട്ടിയൊരു കുഞ്ഞുങ്ങളാണ് ഇവർ. അപ്പോൾ രാമൻ മൂത്തതാണ്. അപ്പോൾ അങ്ങനെ വന്ന കുഞ്ഞല്ലേ, അതുകൊണ്ട് നന്ദനനിൽ തന്നെ മമ സന്ധ്യച്ചിടുവാനില്ലല്ലോ എനിക്ക് ശക്തി, ഒരു നേരം പോലും പിരിയാനുള്ള ശക്തി എനിക്കില്ലല്ലോ ഗുരു, ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്? അതുകൊണ്ട് എത്രയും കൊതിച്ച കാലത്തെങ്കിൽ ദൈവവശാൽ സിദ്ധിച്ച മകനാണ് രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. അപ്പോൾ അത്രമാത്രം എനിക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്, എന്താ എനിക്കതിനെ പിരിയാൻ പറ്റാത്ത, അതുകൊണ്ട് നിർണയം മരിക്കും ഞാൻ, അത്ര ദുഃഖമാണ് എന്നൊക്കെ രഹസ്യമായി മന്ത്രിച്ച് ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ എന്നാലോ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയ നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. മഹർഷിയല്ലേ പറഞ്ഞ എല്ലാം മടിക്കാതെ ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ ആളും കൂടെ അല്ലേ. അപ്പോൾ വിശ്വാസത്തോട് ചോദിച്ചപ്പം അത്രമാത്രം ദുഃഖം ഉണ്ടാകും, അതൊരു ശാപമായി വരും. അതാണ് അതിനേക്കാളും കഷ്ടം. അതുകൊണ്ട് ഇവിടെ അത് രാജാവിനെ അറിയാൻ പറയുവാണ്.
രാമന് ഞാൻ കൊടുക്കാഞ്ഞാൽ നൽകിയിടാഞ്ഞാൽ അന്വയനാശം അത് കുലനാശം കൂടെ വരുത്തും. വിശ്വാമിത്രൻ എന്തൊന്നും നല്ലത് ഇപ്പോഴെന്ന് നിന്തിരുപടി ചിന്തിച്ച് തിരിച്ച് എനിക്ക് അരുളി ചെയ്തിടുക വേണം. എനിക്ക് വൃത്തിയാവൺ എനിക്കത് പറഞ്ഞു തരൂ ഗുരു അതായത് വസിഷ്ഠാചാര്യനോട് പറയുന്നത്. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്നത്? നല്ലതാ ഏതാ നല്ലത്? അയക്കണോ അയക്കേണ്ടയോ? അത് നിന്തിരുപടി അതായത് ഗുരു എന്തായാലും അത് തിരിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് ഗുരുവിനോട് പറഞ്ഞു. വസിഷ്ഠാചാര്യനോട് പറഞ്ഞു ദശരഥ മഹാരാജാവ്. അതിന് പോം വഴി എന്താന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം. അപ്പോൾ വസിഷ്ഠ മഹാമുനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവർക്കെല്ലാം അറിയാം ശ്രീരാമൻ ആരാണെന്നൊക്കെ. അതുകൊണ്ട് പറയുന്നു എങ്കിലോ ദേവഗുഹ്യം, അത് ദേവരഹസ്യമാണിത്. അത് രഹസ്യമായ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താ കാരണം? നാട്ടിലൊക്കെ കൊട്ടിക്കൊഴിക്കാനുള്ളതല്ലല്ലോ. ശ്രീരാമ ഭഗവാൻ ആരാ എന്താന്നൊക്കെ കുട്ടിനാളിലേ പറയേണ്ട കാര്യമല്ലല്ലോ. അത് പ്രവൃത്തിയിലൊക്കെ വന്ന് കണ്ടു പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ആരും രഹസ്യം വിട്ട് പൊട്ടിക്കത്തില്ല. അതുകൊണ്ട് ഈ ഗുഹ എന്തു പറയുന്നത് വസിഷ്ഠാചാര്യർ രഹസ്യം ദശരഥ മഹാരാജ് പറയുന്നു. ഇത് ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യമാണ്, അതിരഹസ്യമാണിത്. സങ്കടമുണ്ടാകേണ്ട സന്തതം ധരപതേ, ഒരു വിഷമവും വേണ്ട ധരപതേ രാജാവേ, ഇതിന് ഒരു വിഷമവും തോന്നിക്കേണ്ട. എന്തെന്നാൽ മനുഷ്യനല്ല രാമൻ, മാനവശിഖാമണി. രാജാവേ, കുഞ്ഞ് ശ്രീരാമൻ മനുഷ്യനല്ല, പിന്നെയോ മാനമില്ലാത്ത പരമാത്മാവാ. അത് സദാനന്ദൻ പരമാത്മാവാണ്. ഭഗവാൻ ശ്രീരാമൻ ആരാ? ഇത് മനുഷ്യനല്ല. അത് രഹസ്യമേത്. ഇത് ഗുഹ്യമാണ്, ഇത് രഹസ്യമാണ്, ദേവരഹസ്യമാണിത്. വെട്ടം പൊട്ടിക്കണമെന്നൊന്നും അല്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നത് ഭഗവാൻ ശ്രീരാമൻ പരമാത്മാവാകുന്നു, നാരായണനാണ്, ഇത് മനുഷ്യനല്ല രാമൻ. അതുകൊണ്ട് മാനവശിഖാമണി രാജാവേ, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ, എപ്പോഴും സദാ ആനന്ദമുള്ള ആനന്ദമാണ്. പരമാത്മാവ് ആനന്ദരൂപിയാണ്. പത്മസംഭവൻ മുന്നം, അതായത് ബ്രഹ്മാവ് പണ്ട് പ്രാർത്ഥിക്കുക മൂലമായി പുരുഷസൂക്തമൊക്കെ ചൊല്ലി പാലാഴിൽ പോലും ഭഗവാനെ സ്തുതിച്ചു. ദേവി ആരാ? ഭൂമിദേവിയും ദേവന്മാരും എല്ലാം കൂടെ പോയി പ്രാർത്ഥിക്കുക മൂലം പത്മലോചനൻ ഭഗവാൻ പരമാത്മാവായ നാരായണൻ മഹാവിഷ്ണു ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചതു. വൈകുണ്ഠൻ നാരായണനായത് പരമാത്മാവ വൈകുണ്ഠവാസി ഭഗവാൻ നാരായണനാണ്. അതായത് പണ്ട് ഇതിങ്ങനെ ബ്രഹ്മാവ് ഇങ്ങനെ തപസ് പ്രാർത്ഥിച്ചത് മൂലം നിന്നുടെ ദശരഥ മഹാരാജാവിൻ്റെ തനയനായി കൗസല്യയിൽ വന്ന് അവതരിക്കുമെന്ന് ബ്രഹ്മാവിന് വാക്കുകൊടുത്തു. വൈകുണ്ഠവാസി നാരായണൻ ചെന്നോടെ ബ്രഹ്മാവ് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ എനിക്ക് ഒരു കർമ്മവും കൂടെ ഉണ്ട്. ദശരഥ മഹാരാജാവ് പണ്ട് കശ്യപ പ്രജാപതി പ്രാർത്ഥിച്ചത് മൂലം എനിക്ക് ഭൂമിയിൽ അവതരിക്കാൻ വേണം. അപ്പോൾ ഇങ്ങനെ വരാം. അതുകൊണ്ട് ദശരഥ മഹാരാജാവിൻ്റെ മകനായി ഞാൻ അവതരിക്കണമെന്ന് വൈകുണ്ഠവാസി നാരായണൻ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് നിന്നുടെ ദശരഥൻ്റെ തനയനായി മകനായി കൗസല്യയിൽ ജനനം അവതരിക്കാനുള്ള ഭഗവാൻ വൈകുണ്ഠവാസി നാരായണനാണ്. നിന്നുടെ പൂർവ്വജന്മം ചൊല്ലുവാൻ ദശരഥ മഹാരാജാവേ, നിന്റെ കഴിഞ്ഞ ജന്മം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിനക്ക് വിശ്വാസമാകും. എന്താ? മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതിയായിരുന്നു. പണ്ടത്തെ കഴിഞ്ഞ ജന്മം നീ ബ്രഹ്മാവിൻ്റെ മകനായ കശ്യപ പ്രജാപതിയായിരുന്നു. നിന്റെ പത്നി തന്നോടെ പത്നിയാകും അതിഥി കൗസല്യ. അപ്പോൾ അതിഥിയായി അന്നത്തെ പ്രജാപതിയുടെ ഭാര്യ അതിഥി. ഇപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയായി കൗസല്യായി വന്നു ഈ അതിഥി. കശ്യപ പ്രജാപതി ദശരഥനായിട്ടും വന്നു. അതുകൊണ്ട് ഇരുവരും കൂടി സന്തതി ഉണ്ടാവാനായി നിങ്ങൾ കശ്യപ പ്രജാപതിയും അതിഥിയും കൂടെ മക്കളുണ്ടാവാനായി നിങ്ങൾ ഉഗ്ര തപസ് ചെയ്തു. ബഹുവത്സരച്ച അനേക വർഷം നിങ്ങൾ ഉഗ്ര തപസ് ചെയ്തു. നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും, അതായത് വിഷ്ണു പൂജയും ധ്യാനം അങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്ത് കഴിഞ്ഞുകൂടി. അപ്പോൾ ഭഗവാൻ ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാൻ നാരായണൻ വരദപ്രിയനാണ്. വരങ്ങൾ കൊടുക്കുന്ന ഭഗവാൻ, അതാണ് ദേവൻ വരദൻ. ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു, നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചു. നീ വാങ്ങിക്കൊൾ വരം എന്നാൽ. അപ്പോൾ പ്രത്യക്ഷമായിട്ട് എന്താ പറഞ്ഞത്? കശ്യപ പ്രജാപതി നീ വരം വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു. അങ്ങനെ കശ്യപ പ്രജാപതിയും അതിഥിയും അനേക വർഷങ്ങൾ തപസ്സിനുണ്ട ഫലമായിട്ടാണ് വരം ചോദിച്ച് വാങ്ങിച്ചു. എന്താ ചോദിച്ചത്? എനിക്ക് പുത്രനായി പിറക്കണം എനിക്ക് ഭവാൻ എന്ന് ശത്രു അപേക്ഷിച്ച കാരണം ആണ് ഇന്ന് നാഥൻ പുത്രനായി പിറന്നതു രാമൻ എന്നറിഞ്ഞാലും. അന്ന് കശ്യപ പ്രജാപതിയും
അതിഥിയും പ്രാർത്ഥിച്ചിട്ട് അവർ ആ ജന്മം അങ്ങ് പോയി. പക്ഷേ വരം കൊടുത്ത് അങ്ങനെ അവതരിച്ചോളാന്ന് അവരാണ് വീണ്ടും ദശരഥ മഹാരാജാവും കൗസല്യാട്ട് ഈ ഭൂമിയിൽ പിറന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ ഭഗവാൻ നാരായണൻ രാമനായി ഇവിടെ അവതരിച്ചു. അതാ സംഭവം. ഇതാ പരമരഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ സത്വരം അപേക്ഷിച്ച കാരണമാണ് ഇന്ന് നാഥൻ ഭഗവാൻ വൈകുണ്ഠവാസി നാരായണൻ പുത്രനായി പിറന്നതു. എന്തു പേരില? രാമൻ എന്നറിഞ്ഞാലും നാരായണൻ എന്നുള്ള നാമം രാമനായി മാറി. ഇത്രയേ ഉള്ളൂ. ഭഗവാൻ ഏകനാണ്. പരമാത്മാവ് നാരായണൻ ഏകനാണ്, അരൂപിയാണ്. ഈശ്വരൻ പരമാത്മാവ് നിഷ്കളവസ്തു പരബ്രഹ്മമാണ്. അത് ഇവിടെ രാമനായി അവതരിച്ചു. പൃഥ്വീന്ദ്ര, ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ഈ ലക്ഷ്മണൻ ആരാണ് രാജാവേ? അത് പരമാത്മാവായ ഈ ഭഗവാൻ നാരായണൻ ശയിക്കുന്ന മെത്ത എന്താ? അനന്തശയനം. അനന്തൻ, ശേഷൻ, നാഗം. ആ നാഗത്തിൻ്റെ ചുറ്റിട്ട് ആ മെത്തലല്ലയോ ഭഗവാൻ നാരായണൻ ശയിക്കുന്നത് കിടക്കുന്നത്? ആ ശേഷനാണ് ഈ ലക്ഷ്മണനായി അവതരിച്ചത്. അതുകൊണ്ടാണ് വലിയ ശക്തിമാനാണ്. അത് കൃഷ്ണനായിട്ട് വന്നപ്പോൾ ബലരാമനായിരുന്നു. ബലരാമൻ ബലം അത്രത്തോളം ഉള്ളതുകൊണ്ട് ബലരാമൻ എന്ന് പേരിട്ടത്. ആരാ? ശേഷൻ, അനന്തൻ. അതുകൊണ്ട് കൃഷ്ണനും ബലരാമനും ശ്രീരാമനും ലക്ഷ്മണനും ഇവർ എപ്പോഴും ചേർന്നേ നടക്കത്തുള്ളൂ. എന്നിട്ട് ശംഖവും ചക്രവും അതെന്താ? അവർ ഭരതശത്രുഘ്നന്മാർ. ഭഗവാൻ പരമാത്മാവായ മഹാവിഷ്ണു നാരായണൻ്റെ ഒരു കല ശംഖ്, ഒരു കല ചക്രം. ഇത് ആരാ? ഭരതനും ശത്രുഘ്നനുമാണ്. ശംഖചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ. ശംഖ കൈവിട്ട് കേട്ടുകൊണ്ടാൽ ഇനിയും നീ ശംഖ നീ ഇതിൻ്റെ എല്ലാം സംശയമെല്ലാം മാറ്റിക്കൊണ്ട് നീ ഇനിയും കേട്ടു. ഇനിയും ഞാൻ പറയാം, ഇനിയും ഉണ്ട്. യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലയാ അയോനിജയായി ഉണ്ടായി വന്നു. അതും അവിടെ പിറന്നു കഴിഞ്ഞു. ആരാ? സീതാദേവി. അത് വിശ്വാമിത്ര മഹർഷിക്കും വസിഷ്ഠ മഹാമുനിക്കൊക്കെ അറിയാം. സീത ആരാ? ലക്ഷ്മി ദേവിയാണ്. യോഗമായാദേവി ഭഗവാന്റെ ഭാര്യ. അതുകൊണ്ട് ശ്രീരാമൻ്റെ ഭാര്യ, അല്ലെങ്കിൽ മഹാവിഷ്ണു നാരായണൻ്റെ ലക്ഷ്മി ദേവി, അല്ലെങ്കിൽ ഭൂമി ദേവി, ഇതൊക്കെ ദേവി ഏകമാണ്. ആ ദേവി ആരാ? യോഗമായാദേവി. അവിടെ ജനക മഹാരാജാവിൻ്റെ അടുക്കൽ അവിടെയും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ആർക്കറിയാം? വിശ്വാമിത്രനൊക്കെ അറിയാം. അതുകൊണ്ട് യാഗവേലയാ അയോനിജയായി ഉണ്ടായി വന്നു. യോഗമായാദേവി. അത് മിഥിലയിൽ ജനക മഹാരാജാവ്. അത് ജനകൻ എന്ന് വെച്ചാൽ പിതാവെന്ന് അർത്ഥമുണ്ട്. പക്ഷേ ഈ സീതാദേവിയെ വളർത്തിയ അച്ഛൻ്റെ പേര് ജനകൻ എന്നാ. മിഥിലയിലെ ജനക മഹാരാജാവ് ഇങ്ങനെ വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ. അതുകൊണ്ടാണ് ഇവിടെ വിശ്വാമിത്രൻ ആഗതനായത്. ഇവിടെ ആഗതൻ വെച്ചാൽ ഇങ്ങനെ വരുമ്പം വിശ്വാമിത്രനെ ഇവരെ കൊണ്ട് പോകുകയും വേണം. സീതാദേവിയൊക്കെ കാണിക്കണം, അവിടെ ഒത്തു നിൽക്കണം, വിവാഹം കഴിപ്പിക്കണം. ഇതൊക്കെ മഹാത്മാക്കൾക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദശരഥ മഹാരാജ് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവിടെ വിശ്വാമിത്രൻ ഇവരെ കൊണ്ട് പോകുന്നത് എല്ലാം കൂടെ കണ്ടും കൊണ്ടാണ്. അതുകൊണ്ട് ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിടുവതിന് എന്നറിഞ്ഞിരണം നീ. അവർ തങ്ങളിൽ ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. അത് നീ മനസ്സിലാക്കണം ദശരഥ മഹാരാജാവേ. ഇത് ഇവർ വെറുതെയൊന്നും വന്നതല്ല. ഇതെല്ലാം ഇവിടെ ഒത്തൊരുമയോട് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ, അതായത് ജനക മഹാരാജാവും വിശ്വാമിത്രനും തമ്മിൽ യോഗം കൂടിടുവതിന് എന്നറിഞ്ഞിരണം നീ. അവർ തങ്ങൾ ചേർച്ച ചെയ്ത് തങ്ങളിൽ ഇതൊക്കെ മനസ്സിലാക്കണം. എത്രയും ഗുഹ്യമിത് വക്തവ്യമല്ല താനും. ഇത് രഹസ്യമാണ്. ഈ പറഞ്ഞതൊക്കെ രഹസ്യമാണ്. അത് വക്തവ്യമല്ല താനും. ഇത് പുറമേ അങ്ങനെ വ്യക്തമാക്കേണ്ടതല്ല താനും. അതുകൊണ്ട് പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. അവൻ ശ്രീരാമനെ കൂടെ അയക്കൂ, ഒരു മടിയും കൂട്ടണ്ട. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവ്വം. ഇതെല്ലാം കേട്ടപ്പോൾ സന്തോഷമായി. കാരണം ഭഗവാനല്ലേ, പരമാത്മാവല്ലേ, ശ്രീരാമൻ, ലക്ഷ്മണൻ, അനന്തനല്ലേ, ഇതെല്ലാം കൂടെ ശംഖൻ ചക്രവും അല്ലയോ ഭരതനും ശത്രുഘ്നനും. അപ്പോൾ പരമാത്മാവായ നാരായണൻ ഫുള്ളും ആ എന്തെല്ലാം കൈകളിൽ ചക്രങ്ങളുണ്ടോ ഇതെല്ലാമായിട്ട് തന്നെയാണ് അവതരിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പിതാവിനുണ്ടാകുന്നൊരു സന്തോഷം, ആനന്ദം എത്രയൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? അങ്ങനെ യഥാവിധി പൂജിച്ച് ആരെയാ? കൗശികനെ, വിശ്വാമിത്രനെ പൂജിച്ച് യഥാവിധി ഭക്തിപൂർവ്വം വന്ദിച്ചു. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാനും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു രാമ ലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാനും എന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക,
രാമ രാമ ലക്ഷ്മണ വരികയെന്ന് അരികെ ചേർത്ത് മാറിലണച്ചു ഗാഠഗാഠം. അപ്പോൾ ഭഗവാന് അത് ശ്രീരാമനെ കൊണ്ടുപോയിക്കൊള്ളുവാൻ അനുമതി കൊടുത്തു ദശരഥ മഹാരാജാവ്. അത് ലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്ന് ആമോദം സന്തോഷത്തോട് പൂണ്ട് നൽകി ഭൂപതി പുത്രന്മാരെ വരിക. അപ്പോൾ ദശരഥ മഹാരാജ ഭൂപതി വിളിക്കുന്ന മക്കളെ പുത്രന്മാരെ വരിക. രാമ രാമ എന്തിയെ രാമ വരൂ, ലക്ഷ്മണ വരിക. എന്തൊരു സന്തോഷമുണ്ട്. അല്പവേദനയും ഉള്ളിൽ കാണും. പിതാവല്ലേ, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, പെട്ടെന്ന് ഇനി പോരും. ഇതെല്ലാം കൂടി ആലോചിച്ച് സീതയും കൊണ്ടൊക്കെ തന്നെ പിന്നെ എവരും കൂടെ അങ്ങോട്ട് ചെല്ലും, സീതയും കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതെല്ലാം വേണ്ടുന്ന കാര്യങ്ങൾ നടത്തണ്ടേ. ഈ നക്തഞ്ചരന്മാരെ വധിക്കണം, യാഗം നടത്തണം, വിശ്വാമിത്ര മഹർഷിയുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ശബരിയോ ആരോ ഇല്ല പാറയെ ചവിട്ടി മോക്ഷം കൊടുക്കണം അഹല്യയ്ക്ക്, ശബരിയല്ല അഹല്യയ്ക്ക്. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് തീർക്കാനുണ്ട്. അവരിങ്ങനെ പാറയായിട്ടിരിക്കുമല്ലേ, എല്ലാം നോക്കണ്ടേ. അത് മഹാത്മാക്കൾക്കല്ലേ അറിയത്തുള്ളൂ. ശ്രീരാമൻ ഇത് പറഞ്ഞു കൊടുത്തെങ്കിലേ ശ്രീരാമനും അറിയുള്ളൂ. കാരണം മനുഷ്യജന്മം എടുത്തു കഴിയുമ്പം മുമ്പേ ഉള്ളതൊക്കെ അങ്ങ് മറന്നു പോകും. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥ ജ്ഞാനികളായ ഗുരുക്കന്മാരവിടെ ഉണ്ട്. ഇവരൊക്കെ പറഞ്ഞു വേണം അത് പുതിയതായിട്ട് അറിയാൻ. അതുകൊണ്ട് വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്ന അരികെ ചേർത്ത് മാറിലണച്ചു ഗാഠഗാഠം. അത്രമാത്രം പുണർന്നു കഴിഞ്ഞു. എന്നിട്ട് പുണർന്നു മുകർന്ന് ശിരസെങ്കിൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്ന് ഉര ചെയ്താൽ. ഗുണങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് ആ പിതാവ് അത്രത്തോളം അനുഗ്രഹിച്ച് ശിരസിലൊക്കെ മുകർന്ന് ആനന്ദത്തോടെ നിങ്ങൾക്ക് ഗുണം വരട്ടെ എന്നുള്ള സന്തോഷത്തോടെ തന്നെ വിശ്വാമിത്രനോട് കൂടെ പോകാനായിട്ട് അനുമതി ചെയ്തു. അരികെ വിളിച്ചു ചേർത്ത് മാറിലൊക്കെ അണച്ചു ഗാഠഗാഠം മുകർന്ന് മുത്തം നൽകി ശിരസിലൊക്കെ അനുഗ്രഹിച്ച് ഗുണങ്ങൾ വരട്ടെ എന്നുള്ള സന്തോഷത്തോടെ ആ ആജ്ഞയൊക്കെ കൊടുത്ത് പോവിനെന്ന് ഉര ചെയ്താൽ. നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളും ഭക്തിപൂർവ്വം ഇതൊക്കെ പഠിക്കണം. എനിക്കുള്ള അറിവനുസരിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഞാനിതൊക്കെ പുതിയതായിട്ട് കഴിഞ്ഞ വർഷം എടുത്തൊരു പുസ്തകമാണ്. അതിനുമുമ്പ് ഞാൻ വായിച്ചിട്ടില്ല. ഇത്രയൊക്കെ ഇത് കണ്ടത് കേട്ടത് പിന്നെ എന്നിൽ എന്തോ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പരമാത്മാവായ തമ്പുരാൻ്റെ എന്തോ ഒരു അല്പം ഞാൻ ചോദിക്കും. എനിക്കൊന്നും പറയാൻ അറിയില്ല ഭഗവാൻ, എന്തെങ്കിലും ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കണേ എന്ന് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരക്ഷരം കിട്ടുന്നേ അതേ ഉള്ളൂ. എന്നിൽ ഒന്നും തന്നെ ഇല്ല എന്നെല്ലാം മക്കൾക്കും അറിയാം. കാരണം എന്നെ അറിയാവുന്ന മക്കൾ ഇതിലുണ്ട്. കാരണം അവരുടെ അനുഭവം അവരെന്നോട് പറഞ്ഞ അമ്മേ ഇതൊന്നും ഇടണേ കഴിഞ്ഞ വർഷം. അങ്ങനെ ഞാൻ അടുത്തൊരു വീട്ടിലെ പുസ്തകം പിന്നെ അവരെനിക്ക് പുതിയതൊന്ന് വാങ്ങിച്ചു തന്നതാണ്. ഈ വർഷം വീണ്ടും ഒന്നുകൂടെ വായിച്ച് പഠിച്ചതൊന്നും അല്ലെങ്കിലും ഉള്ളത് നമുക്ക് ഭാഗവതമൊക്കെ കുറച്ച് അറിയാവുന്നത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു. മക്കളെ, നിങ്ങൾ അറിവുള്ള നിങ്ങൾ ഭക്തിപൂർവ്വം അത് പ്രാർത്ഥിക്കുകയും നമ്മൾ ഭഗവാനിൽ ചേരാൻ ശ്രമിക്കണം. ഇതൊക്കെ നമുക്ക് വേണ്ടിയാണല്ലോ. ഇതൊക്കെ സമ്പത്തല്ലേ, നമുക്ക് ഗുരുക്കന്മാർ തന്ന സമ്പത്തുകളാണെന്നല്ല. ഇത് നമുക്ക് ആവശ്യം, നമ്മൾ കളഞ്ഞു കുളിക്കരുത്. നമുക്കത് ആവശ്യമായിട്ട് നമ്മൾ എടുക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.